ഫ്രണ്ട്സ്, അപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കാണണ്ടേ? വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എനേബിൾ ചെയ്തിടണം. ഒന്ന് TPM പിന്നെ സെക്യൂർ ബൂട്ട്. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു പെൻഡ്രൈവ് അല്ലെങ്കിൽ CD-യിലോ വിൻഡോസിന്റെ ഇൻസ്റ്റാളേഷൻ OS ഫയൽ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ BIOS കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇവിടെ BIOS ചെന്നിട്ട് ഇവിടെ CSM സപ്പോർട്ട് എന്ന് ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ എനേബിൾ ആയിരിക്കും. നമ്മളതുകൊണ്ട് ഡിസേബിളിൽ കൊണ്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ സെക്യൂർ ബൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ചിലപ്പോൾ എനേബിളിൻ്റെ അവിടെ ചിലപ്പോൾ ഡിസേബിൾ ആയിരിക്കും. അതായത് ഇതേപോലെ ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ അത് എനേബിൾ ചെയ്തിടാം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡേർഡിൻ്റെ പകരം ചിലപ്പോൾ കസ്റ്റം എന്നായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡിൽ കൊണ്ട് ഇടാം. അത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബാക്ക് അടിച്ചിട്ട് പെരിഫറൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ചെന്നിട്ട് ഇവിടെ നമ്മൾ ഇൻറ്റൽ ഇപ്പോൾ ഇതിനകത്ത് ഇൻറ്റലിൻ്റെ ഒരു പ്രൊസസ്സറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റൽ പ്ലാറ്റ്ഫോം ട്രസ്റ്റഡ് ടെക്നോളജി PTT എന്ന് പറഞ്ഞ സംഭവം ആദ്യം ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്തിടുക. ഇപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് ഞാൻ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് മാറ്റാത്തത്. ഇനിയിപ്പോൾ ഓക്കെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വിൻഡോസ് 11 OS എന്ന് പറയാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഷോർട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇനി പുതിയ ടെക് വീഡിയോസ് എല്ലാം വരാനുള്ളതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.